അതിൽ പി.സി. ജോർജ് സറണ്ടർ ആയ ദിവസം തന്നെ മാധ്യമ സിൻഡിക്കേറ്റ് റിപ്പോർട്ട് ചെയ്തതാണ് ജോർജ് ജയിലിൽ പോകില്ല, ആശുപത്രിയിൽ കിടന്ന് തന്നെ ജാമ്യം നേടുന്നത്. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഇന്ന് ജാമ്യം കിട്ടിയിരിക്കുന്നു. അതായത് അന്ന് അറസ്റ്റല്ല കീഴടങ്ങുന്നത് തിങ്കളാഴ്ചയാണ് സറണ്ടർ ആവുന്നത്. അപ്പോൾ അതിനുശേഷം കോടതി പോലീസിന് ചോദ്യം ചെയ്യാനായി വിട്ടുകൊടുക്കുന്നു. ചോദ്യം ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്ക് റിമാൻഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഘട്ടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് ഇതിലെ ഒരു പ്രധാന നടപടിക്രമം. ചോദ്യം ചെയ്ത് മൊഴിയെടുക്കുന്നത്. അതായത് ചാനൽ ചർച്ച നടത്തിയ വിദ്വേഷ പരാമർശത്തെ കുറിച്ചാണ് പരാതി. ആ ചർച്ചയുടെ വീഡിയോ ഓൾറെഡി ആ പോലീസിന് കണ്ടെടുക്കാവുന്നതേ ഉള്ളൂ. ചാനലിൽ നിന്ന് കണ്ടെടുക്കുക, ജനൻ ടി വിയിൽ നിന്ന് അത് ചോദിച്ചു വാങ്ങാവുന്നതേ ഉള്ളൂ, കസ്റ്റഡിയിൽ എടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ അതിൽ പങ്കെടുത്ത മറ്റ് പാർട്ടിസിപ്പൻസിൻ്റെ സാക്ഷികളാക്കി ചേർക്കുകയും ചെയ്യാം. പിന്നെ ജോർജിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ നല്ല മാനസികാവസ്ഥയിലാണോ ഇത് പറഞ്ഞത്, നല്ല ബുദ്ധിയും ബോധമൊക്കെ ഉള്ളപ്പോഴാണ് ഇത് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കാൻ ജോർജ് പറയും അല്ല അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറയും. ഏതായാലും പറഞ്ഞത് തന്നെയാണ്. അക്കാര്യത്തിൽ ജോർജിന് പറഞ്ഞില്ല, നിഷേധിക്കാനൊന്നും കഴിയില്ല. അതിനുവേണ്ടി പുറത്തെവിടെയെങ്കിലും പോയി വേറെ തെളിവെടുക്കേണ്ട സാഹചര്യവുമില്ല. ജോർജ് പുറത്തിറങ്ങിയാൽ ഈ സാക്ഷികളെ ആരെങ്കിലും സ്വാധീനിച്ച് മൊഴി മാറ്റിക്കുന്നത് പേടിക്കാനുമില്ല. കാരണം ആ സാക്ഷികൾ അങ്ങനെയുള്ള ആളുകളല്ല. അപ്പോൾ അതുകൊണ്ട് മൊഴി മാറ്റിച്ചാലും കാര്യവുമില്ല, എല്ലാം ഓൺ റെക്കോർഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലായി അത് ആ മൊഴിയെടുപ്പാണ്, പോലീസിന് ആ മൊഴിയെടുപ്പാണ് പ്രധാന ഘടകം. അതൊരു ഔപചാരിക നടപടിക്രമം എന്നേ ഉള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ ജാമ്യത്തിന് ജോർജ് മൂവ് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റായി ഈ കാർഡിയാക് പ്രശ്നമായിട്ടാണ്. അപ്പോൾ അതിനൊരു നിരീക്ഷണമൊക്കെ 48 മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ജോർജിനടുത്ത് ജാമ്യാപേക്ഷ മൂവ് ചെയ്യാറാവും. ഇതിനിടയ്ക്ക് ഹോളിഡേയ്സ് ഒന്നുമില്ല. അപ്പോൾ ആ ജാമ്യം അപ്പോഴേക്ക് തരപ്പെടും എന്നുള്ളത് വ്യക്തമായതുകൊണ്ടാണ് ഞാനത് അന്ന് നമ്മൾ ജോർജ് ജയിലിൽ പോകില്ല, ആശുപത്രിയിൽ കിടന്ന് ജാമ്യത്തിനായി ശ്രമിക്കും എന്നാണ് നമ്മളന്ന് വാർത്തയടിച്ചത്. അതാണ് അത്രയുള്ള സിമ്പിളായിരുന്നു അത്. നമ്മൾ ഈ ജാമ്യ ഹർജിയുടെ വാദം നോക്കുകയാണെങ്കിൽ ജോർജിന് ജാമ്യം നൽകരുതെന്ന് ശക്തമായി വാദിച്ചത് പരാതിക്കാരൻ മാത്രമാണ്. പ്രോസിക്യൂഷൻ ഒരു മൃദു സമീപനമാണ് ജോർജിനോട് സ്വീകരിച്ചത്. അത് മൃദു സമീപനം എന്ന് പറഞ്ഞുകൂടാ. അതായത് നമ്മുടെ ഇപ്പോൾ പരാതിക്കാരൻ വളരെ ഇമോഷണലായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളായിരിക്കും, സ്വാഭാവികമായിട്ട് എല്ലാ കേസിലും അങ്ങനെ ആയിരിക്കും. പിന്നെ മാധ്യമങ്ങളാണെങ്കിലും വലിയ ഒരു കോലാഹലമൊക്കെ ഇക്കാര്യത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത്രയ്ക്കില്ല. അതായത് അയാൾ പറഞ്ഞതിന് ഗ്രാവിറ്റി അല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു കേസിൻ്റെ അന്വേഷണം എന്ന് പറഞ്ഞാൽ വലിയ ബ്രഹ്മാണ്ഡ അന്വേഷണത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ മാധ്യമങ്ങൾ ഈ വലിയ വിശകലനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അത് ശ്രദ്ധിക്കാതെ പോകുന്നു, ഈ ലീഗൽ ആസ്പെക്ട്സിലേക്ക് ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടുള്ള പ്രശ്നമാണത്. അതായത് ഇതിൽ ബെയിൽ ഈസ് ദ റൂൾ, ജയിൽ ഈസ് ദ എക്സെപ്ഷൻ എന്ന് പൊതുവിൽ പറയാറുണ്ട്. അത് ജസ്റ്റിസ് ബി ആർ കൃഷ്ണയ്യർ ഒരു വിധിന്യായത്തിൽ എഴുതിയതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ബെയിലാണ്, ജാമ്യത്തിന് ഒരാൾക്ക് അർഹതയുണ്ടെങ്കിൽ അത് അനുവദിച്ചേ തീരൂ. കാരണം അയാളെ ജയിലിലിടേണ്ട സാഹചര്യം എന്ന് പറയുന്നത് അയാൾ പുറത്തിറങ്ങിയാൽ ഈ ക്രൈം വീണ്ടും കമ്മിറ്റ് ചെയ്യാൻ ഇടയുണ്ടോ, അതുപോലെ ഇതിലെ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടോ, ഇതിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കുമ്പോഴാണ് ഇയാൾ അകത്തിടണോ പുറത്തു വിടാമോ എന്ന് തീരുമാനിക്കുന്നത്. ഈ 72 വയസ്സുകാരൻ ജോർജ് പുറത്തിറങ്ങി ഇനി ഇതിനകത്ത് സാക്ഷികളെ സ്വാധീനിക്കുമെന്നോ കേസിനെ അട്ടിമറിക്കുമെന്ന് ചിന്തിക്കാൻ കാര്യമില്ല. മാത്രവുമല്ല ഇതിനകത്ത് എവിഡൻസ് ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എവിഡൻസ് ഇല്ല, ഡിജിറ്റൽ എവിഡൻസ് അടക്കം എല്ലാം പോലീസിൻ്റെ കയ്യിലായി കഴിഞ്ഞു. അതിൽ ജോർജിനോട് ഇനി കൂടുതൽ ചോദിച്ചിട്ട് നിങ്ങൾ സത്യം പറയണമെന്ന് പറഞ്ഞ് പറയിക്കാനോ അല്ലെങ്കിൽ നുണപരിശോധന നടത്താനോ ആവശ്യമായ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പിന്നെ എന്ത് പറഞ്ഞിട്ട് പോലീസിന് അല്ലെ പ്രോസിക്യൂഷന് ഈ ഒരു പ്രതിയെ അകത്തിടും അല്ലെ ജയിലിലിടും, ബെയിൽ നിഷേധിക്കണമെന്ന് പറയും? അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് പ്രോസിക്യൂഷന് കൂടുതലൊന്നും പറയാനില്ലാതെ വരികയും അവർ അന്വേഷണം പൂർത്തിയായി എന്ന് അവരറിയിച്ചു. അപ്പോൾ ആ അറിയിച്ചതിൽ പിടിച്ചാണ് പ്രതിഭാഗം വാദിക്കുകയും ഇനി എന്തിന് എൻ്റെ കക്ഷി ഇവിടെ ഇടണമെന്ന് പ്രതിഭാഗം അവകാശം ചോദിച്ചാൽ കോടതിക്ക് ജാമ്യം കൊടുത്തേ തീരൂ. അതാണ്, അല്ലാതെ അതിന് ഇമോഷണലായിട്ട് നമ്മൾ കണ്ട് കാര്യമില്ല എന്നുള്ളതാണ് വാസ്തവം. അയാൾ പറഞ്ഞത് മഹാവൃത്തിയുടെ വർത്തമാനമാണ് പറഞ്ഞതെന്നുള്ളൊരു സംശയമൊന്നുമില്ല. പക്ഷേ അതിന് പഴുതടച്ചുള്ള അന്വേഷണം ഈ ഡിജിറ്റൽ എവിഡൻസ് വ്യക്തിയെ പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ ഉറപ്പാവുകയും ചെയ്യും. നമ്മളിപ്പോൾ ജോർജിന്റെ ഈ ഒരു ജാമ്യ ഹർജി അടക്കം പരിഗണിക്കുമ്പോഴെല്ലാം ചർച്ചയായിരുന്നത് ജോർജിന്റെ ഒരു ആരോഗ്യത്തെ സംബന്ധിച്ചാണ്. ചാനൽ ചർച്ചയിലടക്കം പൊതുവേദിയിലടക്കം വലിയ വർത്തമാനം പറയുന്ന ഒരാളാണ്. പക്ഷെ ഇത്രത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ ജോർജിനുണ്ടെന്നാണ്. അതീവ ദുർബലനാണ് ജോർജ്. അവരുടെ ബന്ധുക്കൾ പറയുന്ന കണക്കിലെടുത്താൽ രാത്രിയിൽ ഈ ഓക്സിജൻ സപ്പോർട്ട് വേണ്ടി വരുന്ന തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ്. അതും ഒരു ഘടകമാണ് ഈ ജാമ്യം അനുവദിക്കാൻ പോലീസ് അധികം ഇരിക്കുന്നതിൽ. കാരണം അധികം മുറുക്കി വീണ്ടും ഉള്ളിലിടേണ്ടി വന്ന് ജയിലിൽ അയക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ, ഇപ്പോൾ തിരുവനന്തപുരം പൂജപ്പുര ജയിൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആശുപത്രി ബ്ലോക്കും അവിടെ അത്യാവശ്യ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്ന് കരുതിയിട്ട് എല്ലായിടത്തും അതില്ല. ഉണ്ടെങ്കിൽ പോലും ഈ ഓക്സിജൻ സപ്പോർട്ട് കൊടുത്ത് രാത്രി ഈ പ്രായത്തിലുള്ള ഒരു പേഷ്യൻറ്റിനെ ഒരാളെ കിടത്തുക എന്ന് പറഞ്ഞാൽ അതീവ റിസ്കി ഒരു ഏർപ്പാടാണ്. അപ്പോൾ അതുകൊണ്ടും അത് എങ്ങനെങ്കിലും പുറത്ത് പോട്ടെ എന്നൊരു നിലപാട് ആരെങ്കിലും എടുത്താൽ കുറ്റം പറയാൻ പറ്റും. പക്ഷേ അത് നിയമവിരുദ്ധമായിട്ടൊന്നുമല്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നം, ഈ കാർഡിയക് പ്രശ്നമാണെങ്കിലും പുറത്തിറങ്ങി ആൻജിയോഗ്രാം ചെയ്യാനുണ്ടെന്നൊക്കെയാണ് അന്ന് മകൻ ഷോൺ ജോർജ് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ വളരെ ദുർബലനാണ്. പ്രായത്തിൻ്റെ മാത്രം അതിനേക്കാൾ അപ്പുറത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അതും ഈ ജാമ്യം ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടതിൽ ഒരു ഘടകമാണെന്ന് തന്നെ പറയാം. നമ്മൾ ഈ ജോർജിന്റെ ജാമ്യത്തിന്റെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ മാറ്റി വെച്ചാൽ ഇതിന്റെ ഒരു രാഷ്ട്രീയ വശമുണ്ട്. കാരണം ജോർജ് ഇപ്പോൾ BJPക്ക് ഒപ്പമാണ് നിൽക്കുന്നത്. ജോർജ് ഈ ഒരു പരാമർശം ജനൻ TV-യിലാണ് നടത്തിയത്. ഇതിനുശേഷം കേസ് വരുന്നു. ആ സമയത്തൊന്നും വലിയ രീതിയിൽ BJP ഇതിനകത്ത് ഇടപെട്ടു എന്ന് പറയാൻ പറ്റില്ല. ആകെ ചെയ്തത് സറണ്ടർ ചെയ്തപ്പോൾ ജോർജിനൊപ്പം ചെന്നു എന്നുള്ളതാണ്. അതിന് കഴിഞ്ഞിട്ട്
സുരേന്ദ്രൻ ഒരു ചെറിയ ഒരു പ്രസ്താവനയിൽ ഇതിന്റെ പ്രതിഷേധം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇത്രയ്ക്ക് മാത്രം അവഗണിക്കേണ്ട ആളാണോ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ മനസ്സിലാക്കിയത് BJP നേതൃത്വം ഇക്കാര്യത്തിൽ PC ജോർജിനെ അങ്ങനെ കൈകൊടുക്കാൻ തയ്യാറില്ല എന്നുള്ള നിലപാടിലായിരുന്നു ആദ്യം. കാരണം ഈ വാവിട്ട വർത്തമാനങ്ങൾ പറയുന്നത്, അതുപോലെ തന്നെ പാർട്ടിയോട് ആലോചിച്ചിട്ടല്ല ഈ ചർച്ചയിലൊന്നും പോകുന്നതോ ഇതുപോലത്തെ വർത്തമാനങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെയെല്ലാം പിന്തുണയ്ക്കാൻ നമ്മൾ നടക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു ധാരണ BJP-യിൽ ഉണ്ടായിരുന്നു. മുമ്പ് എറണാകുളത്ത് അറസ്റ്റിലായപ്പോഴാണെങ്കിൽ അവർ പോലീസ് സ്റ്റേഷൻ വരെ വലിയ തോതിൽ സ്വീകരണം നൽകുകയും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമ്പോഴൊക്കെ ഒപ്പം പോവുകയൊക്കെ ചെയ്തതാണ്. ഇവിടെ ജില്ലാ നേതൃത്വത്തിലെ ചിലരൊക്കെ പോയി എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, പറയുമ്പോൾ മോശമാണ് എങ്കിൽ പോലും അത് പരാമർശിച്ചാൽ മാത്രം അതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ എടുത്തു പറയും, ഈ ജനൻ TV ജോർജ് പറഞ്ഞതിൽ ഒരു ഭാഗം അത്ര എടുക്കുകയാണ്, മുസ്ലിമാണോ അവൻ, വർഗീയവാദിയാണ് അവൻ, പാകിസ്ഥാനിൽ പോകണം എന്നൊക്കെയാണ് ആ തരത്തിൽ വൃത്തികെട്ട വർത്തമാനങ്ങൾ. ഈ കേരളത്തിലെ ഒരു BJP നേതാവ് RSS നേതാവ് പോലും ഇതുവരെ പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ലാത്ത മാതിരിയുള്ള സംസാരമാണത്. അപ്പോൾ അവരെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഈ തരം വൃത്തികേട് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് എന്നിരിക്കെ പിന്നെ അയാളെ പിന്തുണയ്ക്കാൻ ഇവർക്ക് പലർക്കും പേടിയുണ്ടാവും. അതൊരു അയാൾ പറഞ്ഞതിനെ അതിനുശേഷമുള്ള ചർച്ചകളിൽ പലതിലും ഇവർ സംസാരിക്കുമ്പോൾ ഞാൻ BJP-യുടെ RSS-ൻ്റെ നേതാക്കൾ പറയുന്നുണ്ട്, ജോർജ് പറഞ്ഞതിനെ അംഗീകരിക്കുകയല്ല ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പലരും പറയുന്നുണ്ട്. അതുപോലെ ജോർജ് പറഞ്ഞതുപോലെ ഞങ്ങൾ ചിന്തിക്കുന്ന ആളുകളല്ല എന്ന് പലരും എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ ജോർജ് ഇതിനെ ഈ സാഹചര്യത്തെ വഷളാക്കിയിരിക്കുന്നു നന്നായി ബോധ്യപ്പെട്ടിട്ടാണ് അവർ പോലും നിൽക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ഇതുപോലെ സാഹചര്യത്തിൽ അങ്ങനെയൊന്നും കൈ കൊടുക്കാൻ കഴിയില്ല. മാത്രവുമല്ല, നിയമപരമായിട്ടല്ല ഇതിനകത്ത് കൂടുതലൊന്നും ചെയ്യാനില്ല. ഒരു പ്രതിഷേധ പ്രകടനം ഒക്കെ നടത്തി സർക്കാർ ഇതിനെ നടത്താൻ തക്കവണ്ണമുള്ള ഒരു രാഷ്ട്രീയ സമരമോ ഒരു രാഷ്ട്രീയ പ്രശ്നമാണോ ഇവിടെ ഉണ്ടായിരിക്കുന്നത്? ഇത്രയധികം വൃത്തികേട് പറഞ്ഞിരിക്കുന്ന ഒരാളുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് ആ പാർട്ടിക്ക് എന്നല്ല ഏത് പാർട്ടിക്കും ബോധ്യപ്പെടും. അല്ലെ ബോധ്യപ്പെട്ടില്ലെങ്കിൽ അവർക്ക് കേരളം പോലെ സ്ഥലത്ത് നിലനിൽപ്പില്ല എന്നുള്ളതാണ്. ഈ ജോർജ് വന്ന സമയത്ത്, അതായത് BJP-യിലേക്ക് വന്ന ദിവസം, ആ ദിവസത്തെ ഒറ്റ ആഘോഷത്തിൽ ജോർജ് എന്ന് പറഞ്ഞ നേതാവിനെ BJP ഉപേക്ഷിച്ചപ്പെട്ടാണ്. പത്തനംതിട്ട മത്സരിക്കണമെന്നും അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് പോലും പരിഗണിച്ചില്ല, പാർട്ടി വേദിയിലൊന്നും പങ്കെടുപ്പിക്കുന്നുമില്ല. അതിന് പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല, അവിടെ ജോർജ് സീറ്റ് കിട്ടാത്തതിന്റെ പ്രശ്നത്തിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കിയ അനിൽ ആന്റണിക്കെതിരെ ചില പരാമർശങ്ങൾ നടത്താൻ പോവുകയും ചെയ്തപ്പോൾ പാർട്ടി കർശനമായിട്ട് വിലക്കുകയും ചെയ്തു. അപ്പോൾ അതോടെയാണ് ജോർജിന്റെ ചീട്ട് കയറിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം പിന്നെ ഈ ഒരു തരത്തിലും ഒരു ചട്ടക്കൂടിൽ നിൽക്കില്ല ജോർജ് എന്ന് പണ്ടേ എല്ലാവർക്കും അറിയാം. അത് BJP വന്ന് ഇത്ര പെട്ടെന്ന് ഈ തരത്തിൽ പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയോടായപ്പോൾ ഇനി അധികം കൈ കൊടുക്കേണ്ട, അധികം പ്രോത്സാഹിപ്പിക്കേണ്ട എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ കാണുന്ന ഈ സമീപനങ്ങളെല്ലാം.